ബിനോജ് പതിവായി ഇവർ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകുന്നവരാണ്. കഴിഞ്ഞ ദിവസവും ആനയെ കണ്ട് ഭയന്നോടിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഉപജീവന മാർഗമാണ്, തീരെ നിവൃത്തിയില്ലാതെ അത് ചെയ്യുന്നതാണ് ജീവിക്കാനുള്ള മാർഗം എന്നുള്ള നിലയിൽ. പക്ഷെ വലിയ ദുഃഖകരമായൊരു സംഭവമായി പോയല്ലേ ഇത്? അതെ അതെ, തീർച്ചയായും തീർച്ചയായും. ഇവരുടെ ആകെയുള്ള വരുമാന മാർഗം ഈ വനവിഭവങ്ങൾ ശേഖരിച്ച് ചാലക്കുടി ഭാഗത്ത് കൊണ്ടുകൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തിരുന്നത്. എന്നും ഇവരുടെ ജീവിതത്തിൽ മൊത്തം ഈ വന്യമൃഗങ്ങളോടും മല്ലിട്ട് ജീവിക്കുക എന്നതാണ് ഇവരുടെ ഏക ഇത്. പക്ഷെ സുരക്ഷിതമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു നമുക്ക്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി മൃഗങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരം. നേരത്തെയും ഇതിനോടൊക്കെ മല്ലിട്ട് തന്നെയാണ് ഇവർ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും ഉപജീവന മാർഗമായി ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും, അല്ലേ? തീർച്ചയായും തീർച്ചയായും. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു 20 വയസ്സുള്ള യുവാവിനെ അടിച്ചിൽത്തൊട്ടി കോളനിയിൽ തേൻ ശേഖരിക്കാൻ പോയി വന്ന യുവാവിനെ കാട്ടാന ആക്രമിച്ച് മരണപ്പെട്ടിരുന്നു. അതെ, അതിന്റെ സംസ്കാര ചടങ്ങുകൾ വിഷുദിനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നൊക്കെ ആയിട്ടായിരുന്നു നടന്നിരുന്നത്. നമ്മൾ ആ വാർത്ത പങ്കുവച്ച് ആ വാർത്തയുടെ ചൂടാറും മുന്നേ തന്നെയാണ് ഇതാ വീണ്ടും 2 മരണം കൂടി ആ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവരൊക്കെ കാടിനെ അടുത്തറിഞ്ഞ മനുഷ്യരാണ്, വന്യജീവികളുടെ സ്വഭാവവും അടുത്തറിഞ്ഞവരാണ്. പക്ഷേ ഈ വന്യജീവികളുടെ സ്വഭാവം ഇപ്പോൾ നമുക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വരുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായും തീർച്ചയായും. ഇത് ഇവർക്ക് സംഭവിച്ചതിൽ കൂട്ടമായിട്ടാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആന അവർക്ക് ആന ഈ രാത്രി ആയതുകൊണ്ടും ഈ പ്രദേശത്ത് ഇതായതുകൊണ്ടും ആയിരിക്കാം ഇത് സംഭവിച്ചതെന്ന് വിചാരിക്കുന്നു. തികച്ചും ആകെ എന്താ പറയാ, തീർച്ചയായിട്ടും സങ്കടകരമായ അവസ്ഥയാണ്. ബിനോജ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എത്ര അകലത്തിലാണ് ഈ സംഭവം? ഈ നടന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. ഏകദേശം ഈ പ്രദേശത്ത് ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിനോജിനൊപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പ്രദേശവാസികൾ അവിടെ എല്ലാവരും ഉണ്ട്. പ്രദേശവാസികൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് പ്രദേശവാസികൾ എല്ലാവരും ഉണ്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞത്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയതായി എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ ബിനോജ്? അവരും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാഥമിക നടപടികൾ സ്വീകരിച്ച് മൃതദേഹങ്ങൾ കൊണ്ടുവരാനുള്ള പരിപാടികൾ ആരംഭിച്ച് അവിടെ എല്ലാ വനപാലകരെല്ലാവരും അവിടെ തന്നെയുണ്ട്. ഈ ജനവാസ മേഖലയിൽ നിന്നും ഈ മൃതദേഹങ്ങൾ കാണപ്പെട്ട സ്ഥലം അത് എത്ര അകലത്തിലാണ് എന്നറിയാമോ? അതായത് ജനവാസം ഇത് ശരിക്കും വനത്തിലാണ് സംഭവം. അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തിന്റെ അതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയ്ക്ക് ഒരു വഞ്ചിക്കടവുണ്ട്. പുഴ കടക്കാനായിട്ട് വനപാലകരും VSSന്റെ ജോലിക്കാരും ഉപയോഗിക്കുന്ന വഞ്ചിക്കടവിന്റെ അവിടെയാണ് ഈ സംഭവം നടന്നത്. അതായത് ജനവാസ മേഖലയിൽ നിന്ന് അതായത് ഈ സംഭവം ഈ അപകടത്തിൽപ്പെട്ടവര് താമസിക്കുന്നിടന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ശരി, ഏകദേശം വനമേഖലയിൽ തന്നെയാണ് അവരും താമസിക്കുന്നത്. വനമേഖലയിൽ തന്നെയാണ് ഇത് സംഭവം നടന്നിരിക്കുന്നത്. ശരി ബിനോജ്, അപ്പോ ഇനി അങ്ങോട്ടേക്ക് എത്താൻ വീണ്ടും കുറച്ച് സമയം കൂടി എടുക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും തീർച്ചയായും. ശരി ബിനോജ്, വളരെ നന്ദി. ഇടയ്ക്ക് ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാം റേഞ്ച് ലഭ്യമാകുന്നിടത്തോളം.